ഉന്മാദ സംഗീതജ്ഞനായിട്ടുള്ള വേടൻ കേരളത്തിൽ യുദ്ധാടിസ്ഥാനത്തിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സമൂഹത്തിൽ പലവരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാവരും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹം കുലീന ജാതിയിൽ ജനിച്ചവനല്ല, കാണാൻ ഭംഗിയില്ലാത്തവൻ ആണ്. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്. കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിട്ടുള്ള ശശികല ടീച്ചർ അദ്ദേഹത്തിനെ രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പട്ടികജാതിക്ക് വേണ്ടിയിട്ടല്ല നിലനിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിൽ സവർണരുടെ ചൂഷണങ്ങൾക്കെതിരെ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിഭാഗത്തിനെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നവനാണ്, പുകവലിക്കുന്നവനാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു കേസും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം അദ്ദേഹത്തിനെ ഒരുപാട് പൊക്കി കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ വലിയ വിവാദമായിട്ടിരിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പല സ്റ്റേജ് പ്രോഗ്രാമുകളും ചെയ്യുന്നത്. ഒരുപക്ഷെ വിശ്വ ഹിന്ദു പരിഷത്തിന് അത് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള പരാമർശങ്ങൾ അവർ പറയുന്നത്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആശയപ്രകാരമല്ല വേടൻ പാട്ടുകൾ പാടുന്നതും എഴുതുന്നതും, വളരെ വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് വേടനെ ഒരിക്കലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകൾക്ക് കിട്ടില്ല. അവരുടെ വരുതിക്ക് കൊണ്ടുവരാനോ അവർ പറയുന്ന പോലെ കേൾക്കത്തക്ക നിലയിലൊന്നും അദ്ദേഹത്തിൻ്റെ പാട്ടിനെ പൊളിച്ചെഴുതാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് വേടൻ്റെ വഴിക്ക് വിടുക, വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ വഴിക്ക് പോവുക. അതാണ് അതിനകത്തെ ഏറ്റവും നല്ല പരിഹാരം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വേടൻ്റെ കൂടെയാണ്. കാരണം അദ്ദേഹത്തിനെ പോലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ പുറകിലുള്ള അവരുടെ താല്പര്യം. എല്ലാ ആളുകളും മറ്റൊരാളോട് അടുക്കുമ്പോൾ അവർക്ക് താല്പര്യങ്ങളുണ്ടല്ലോ. അതാണ് അതിൻ്റെ പുറകിലുള്ള അദൃശ്യമായിട്ടുള്ള താല്പര്യം. വേടൻ ഒരിക്കലും സവർണനല്ല. അതുകൊണ്ട് സവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും വേടൻ പാടുകയില്ല. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. അദ്ദേഹത്തിൻ്റെ ഉന്മാദ സംഗീതം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് അതിനകത്തെ വലിയൊരു യാഥാർത്ഥ്യം. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല.